ദില്ലി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. NDRFന്റെ നേതൃത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. വിവരങ്ങൾ അബ്ദുൾ റഷീദ് നൽകും. റഷീദ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? മറ്റ് വിവരങ്ങൾ എങ്ങനെ? വർഷ തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ദില്ലിയിലെ മുസ്തഫാബാദിൽ 4 നില കെട്ടിടം തകർന്നു അടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് NDRF സംഘവും അതോടൊപ്പം ദില്ലി പോലീസും വ്യക്തമാക്കുന്നത്. ഈ അപകടത്തെ തുടർന്ന് 4 പേരുടെ മരണമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള 12 പേരെ ഇപ്പോൾ GTB ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ദില്ലിയിലെ വിവിധ മേഖലകളിലൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഈ കെട്ടിടങ്ങൾ നിലനിന്നിരുന്ന മേഖലയിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതേസമയം ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെയും തകർന്നു വീഴുകയും നിലവിൽ കുട്ടികളടക്കം 4 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ കോൺക്രീറ്റ് പാളികൾക്കടിയിൽപ്പെട്ടിട്ടുള്ള 10ഓളം പേരെ കാണാനില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ NDRFന്റെ സംഘവും സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇവരെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നിലവിൽ തുടരുകയാണ്. വർഷ റഷീദ്, ഈ 12 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ആരുടെയെങ്കിലും നില ഗുരുതരമാണോ? മാത്രമല്ല, ഈ 12 പേരിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെയും ദില്ലി പോലീസോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ അപകടത്തിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിൽ തന്നെ 4ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ കാണാനില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രദേശവാസികൾ നേരത്തെ സൂചന നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയവരോ മായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഇപ്പോൾ 4 പേരുടെ നിലയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ 12 പേരെയും ഇപ്പോൾ GTB ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയും പോലീസ് വ്യക്തമാക്കാനുണ്ട്. അതേസമയം ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോൺക്രീറ്റ് കട്ടറുകൾ ഉപയോഗിച്ചും അതോടൊപ്പം ക്രെയിനുകൾ ഉപയോഗിച്ചും നിലവിൽ ഈ മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി റഷീദ്, ശക്തമായ കാറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കെട്ടിടം തകർന്നു വീണത്. ഇപ്പോഴും നിരവധി പേർ ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമവും ഊർജിതമായി നടക്കുന്നുണ്ട്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.